പരിമിതികളിൽ പരാതികളുമായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടന ജീവനക്കാരുടെ കുറവും അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മയും ചൂണ്ടിക്കാട്ടി വാർത്താക്കുറിപ്പിറക്കി. ഡീസൽ അടിക്കാൻ പണമില്ലാത്തതും ഡ്രൈവർമാരില്ലാത്തതും ചെല്ലാൻ നടപടികളും എൻഫോഴ്സ്മെന്റ് പ്രവർത്തനത്തെയും ബാധിക്കുന്നുണ്ട്. റോഡിലിറങ്ങാൻ സമയം കിട്ടുന്നില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി. വിവരങ്ങളുമായി പ്രജിത്ത് ചേരുന്നുണ്ട്. പ്രജിത്ത്, ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിലെ പരിമിതികൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നെ തുറന്നു പറയുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സംസ്ഥാനത്ത് വാഹനാപകടങ്ങൾ വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നു. അല്ലെങ്കിൽ റോഡുകളിലുള്ള നിയമലംഘനങ്ങൾ വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നു. ഇത് നേരിടാൻ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തൊരു വലിയ പ്രതിസന്ധിയിലേക്ക് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് പോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. ആ സമയത്താണ് ഈ രീതിയിൽ ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഒരു കുറിപ്പ് ജനം TV പുറത്തുവിടുന്നത്. അവർ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നു എന്താണ് സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ നേരിടുന്ന പ്രതിസന്ധികൾ എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ഉദ്യോഗസ്ഥരുടെ കുറവ് തന്നെയാണ്. സേഫ് കേരള പോലെയുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ 3 ഉദ്യോഗസ്ഥർ മാത്രമുണ്ടെന്ന ഈ കുറിപ്പിൽ ആ സംഘടന എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റ് ജോലികൾ ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് ഈ പറയുന്ന രീതിയിൽ ചെല്ലാൻ തയ്യാറാക്കുന്നത് മുതൽ അതിൻ്റെ പ്രിന്റ് എടുക്കുന്നത് പോലും അത് അയക്കുന്നത് പോലും അതിനൊപ്പം പിഴ ഈടാക്കുന്നത് പോലും ഈ രീതിയിൽ റോഡിലിറങ്ങി നിയമലംഘനങ്ങൾ തടയുകയും അതിനെതിരെയുള്ള പ്രതിരോധ മുറകൾ ആവിഷ്കരിക്കുകയും ചെയ്യേണ്ട MVIയും AMVIയും പോലെയുള്ള എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതാണ് അവർ എടുത്തു പറയുന്നത്. ഇത് കഴിഞ്ഞ് തങ്ങൾക്ക് റോഡിലിറങ്ങി ഈ രീതിയിൽ നിയമലംഘനങ്ങൾ തടയാനുള്ള ഒരു സമയം കിട്ടുന്നില്ല എന്ന് പോലും അവർക്ക് ഈ കത്തിൽ കൃത്യമായി പറയുന്നു. അതോടൊപ്പം തന്നെ RTO ഓഫീസുകളിലേക്ക് മിനിസ്റ്റീരിയൽ സ്റ്റാഫുകൾ ഈ പിഴ ഈടാക്കുന്ന നടപടികളൊന്നും അതുമായി സഹകരിക്കാത്തത് കൊണ്ട് അതും ഈ പറയുന്ന രീതിയിൽ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ തലയിൽ തന്നെ വന്നു വീഴുന്നു. അങ്ങനെ ഒരു തരത്തിലുള്ള മറ്റു ജോലികൾ ചെയ്യാൻ കഴിയുന്നില്ല. അതോടൊപ്പം ചൂണ്ടിക്കാട്ടിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകളിലുള്ളതുപോലെയും ഈ കോടതി നടപടികളിലും മറ്റ് ക്ലറിക്കൽ ജോലികളും ഒന്നും ചെയ്യാൻ ഉദ്യോഗസ്ഥരാവശ്യത്തിന് മോട്ടോർ വാഹന വകുപ്പിലില്ല. ഇതെല്ലാം എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ തലയിലാണ്. കൃത്യമായി ഈ ചെലാനുകൾ തയ്യാറാക്കാനുള്ള POS മെഷീനുകൾ തങ്ങളുടെ കൈവശമില്ല. സ്വന്തം മൊബൈൽ ഫോണുകളിൽ നിന്ന് ഇത് ചെയ്യേണ്ടി വരുന്നു. ആ സമയത്ത് ചില കേസുകളൊക്കെ വരുമ്പോൾ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ ഉപയോഗത്തിലുള്ള മൊബൈൽ ഫോണുകൾ ആ കേസുമായി ബന്ധപ്പെട്ട് നൽകേണ്ടി വരുന്നു. അങ്ങനെയുള്ള നിരവധി ആശങ്കകൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിൽ ആവശ്യത്തിന് വാഹനങ്ങളില്ല എന്നുള്ളൊരു പ്രതിസന്ധിയുണ്ട്. ആവശ്യത്തിന് ഡ്രൈവർമാരില്ല എന്നുള്ളൊരു പ്രതിസന്ധിയുണ്ട്. പലയിടത്തും ഡീസൽ വാങ്ങാൻ ഫണ്ടില്ലാത്ത അവസ്ഥയാണ് എന്ന് പറയുന്നു. ഇലക്ട്രിക് വാഹനങ്ങൾ ഭൂരിപക്ഷം സ്ഥലത്തും ഏർപ്പെടുത്തിയതോടെ ഇപ്പോൾ 10 മണിക്കൂറൊക്കെ ചാർജ് ചെയ്താൽ പോലും ആ വാഹനങ്ങൾ ആവശ്യത്തിന് സമയത്ത് അത്രയും ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അവർ ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. അടിസ്ഥാനപരമായ ആവശ്യം കൂടുതൽ ഉദ്യോഗസ്ഥരെ നൽകുക, മിനിസ്റ്റീരിയൽ സ്റ്റാഫുകളായി കുറേ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുക, CPO റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ എടുത്ത് ആ രീതിയിലും കുറേ ഉദ്യോഗസ്ഥരെ കൊണ്ടുവരിക തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് സംസ്ഥാനത്ത് അല്ലെങ്കിൽ റോഡ് നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥരില്ലാത്ത അവസ്ഥ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വ്യാപകമായ വാഹനാപകടങ്ങളെ തുടർന്ന് പോലീസിനെയും മോട്ടോർ വാഹന വകുപ്പിനെയും സംയുക്തമായി നിയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്തുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി അടക്കം പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അതിന് പോലും ഉദ്യോഗസ്ഥരില്ല എന്നുള്ളൊരു വസ്തുതയാണ് ഇത്തരത്തിൽ ഈ സംഘടന പുറത്തു പറയേണ്ടി വരുന്നത് അല്ലെങ്കിൽ തുറന്ന് എഴുതേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ഇക്കാര്യത്തിലൊക്കെ ഗതാഗത വകുപ്പൊക്കെ വിശദീകരണം നൽകിയേ മതിയാകൂ എന്നുള്ളതാണ്. നേരത്തെ പോലീസിലടക്കം ഈ ജോലിഭാരം കൂടുതൽ ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്യുന്നതും അതുപോലെ തന്നെ ജോലി ഉപേക്ഷിച്ച് പോകുന്നതുമായ സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പോഴാണ് ഈ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിലും സമാനമായ രീതിയിൽ അമിത ജോലിഭാരം മൂലം ഉദ്യോഗസ്ഥർ നട്ടം തിരിയുന്നു എന്നുള്ള ഒരു തരത്തിലുള്ള വിമർശനങ്ങളുമായി അല്ലെങ്കിൽ തുറന്നെഴുത്തുമായി ഈ ഉദ്യോഗസ്ഥരുടെ സംഘടന തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്. മോട്ടോർ വാഹന വകുപ്പിൽ ആവശ്യത്തിന് ജീവനക്കാരില്ല എന്ന പരാതിയുമായിട്ടാണ് ഇപ്പോൾ ജീവനക്കാർ തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ചെല്ലാൻ നടപടികൾക്കും അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾക്കും ഇതിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷനാണ് പരിമിതികൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്.